ശ്രീകൃഷ്ണപുര സുരഭി ടവറിന്റെയും ധനകാര്യ സ്ഥാപനമായ സ്വദേശ് നിധി ലിമിറ്റഡിന്റെയും ഉദ്ഘാടനം നടന്നു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായം, പഠനോപകരണം എന്നിവയും വിതരണം ചെയ്തു. നിങ്ങളുടെ സാമ്പത്തിക വളർച്ച സ്വദേശ് നിധിയിലൂടെ എന്ന തലക്കെട്ടോടെയാണ് ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഗോൾഡ് ലോൺ, സേവിംഗ്സ് ഡെപ്പോസിറ്റ്, വസ്തുപണയ വായ്പ, മറ്റു വിവിധ തരം വായ്പകൾ തുടങ്ങിയ സേവനങ്ങൾ സ്വദേശ് നിധി ലിമിറ്റഡിലൂടെ ലഭിക്കുന്നതാണ്. ഫിക്സഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് 12% വരെ പലിശ, സ്വർണ്ണവിലയുടെ 80% വായ്പ, കുടുംബശ്രീ വായ്പകൾ, ഡെയിലി ഡെപ്പോസിറ്റ് എന്നിവ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സ്ഥിര നിക്ഷേപം നടത്തുന്നവർക്ക് 1% പലിശ അധികം ലഭിക്കുന്നു. സുരഭി ചിറ്റ് ഫണ്ട്, മഹാലക്ഷ്മി ഫിനാൻസ്, സുരഭി കൺവെൻഷൻ സെന്റർ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. ജനങ്ങളുമായി, നാടുമായി, സമൂഹവുമായി നല്ല ഹൃദയബന്ധം സൂക്ഷിച്ച് കൂടുതൽ കരുത്തോടെ, നല്ല ഐശ്വര്യത്തോടെ ഈ സ്ഥാപനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഈ നാടിന്റെ ഏറ്റവും മികച്ച സ്ഥാപനമായി മാറാനും കഴിയട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച നിലയിൽ സംഘടിപ്പിച്ച ഈ ചടങ്ങ് ശ്രീകൃഷ്ണപുരത്തെ സംബന്ധിച്ച് MLA എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള ഒരു നല്ല ഓർമ്മയായി മാറിയിട്ടുണ്ട് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് രാജുവേട്ടൻ്റെയും സുന്ദരേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സ്വദേശ് നിധി ലിമിറ്റഡ്, അത് യഥാർത്ഥത്തിൽ ആ എസ് സ്വാഭാവികമായും ആ കൂട്ടായ്മയുടെ സഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ എല്ലാം ആണ് എന്ന് കൂടി കരുതിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അധ്യക്ഷത വഹിച്ചു. സ്വദേശ് നിധി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ P. രാജു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഡയറക്ടർ സുബ്രഹ്മണ്യൻ വിനോദ് കാർത്തികയിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതാലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, വാർഡ് മെമ്പർ MK ദ്വാരകനാഥൻ, MK രാജേഷ്, നിഷാദ്, മണികണ്ഠൻ പാലാങ്കുഴി, KN ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് അംഗങ്ങൾക്കും ഡയാലിസിസ് രോഗികൾക്കുമായുള്ള ചികിത്സാ ധനസഹായ വിതരണം, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പഠനോപകരണ വിതരണം, വീൽ ചെയർ വിതരണം എന്നിവയും നടന്നു. മാനേജർ ഹരിദാസൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളിയും ഉണ്ടായിരുന്നു. CCN കടമ്പഴിപ്പുറം.